പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ
നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരൂസരം നീക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഐസയായുടെ തിരുവചനങ്ങള് 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ലെന്ന് പറയണം. ഇതിൻ്റെ ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ, അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പം ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം, അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ്? നീ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നാണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി വിലമതിക്കാനാവാത്തതാണ് ഞാൻ. വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ട് വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡാണ്. അപ്പോൾ ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ? എന്താണ്? സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിൻ്റെ സമ്പന്നനാകണത്. ലൂക്ക 12:15. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പൊ ദൈവം ചില കാര്യങ്ങള് നമ്മൾ ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് സമ്പത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ വരും. അപ്പോഴും ദൈവം പറയും, മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത്.
ചിലപ്പോൾ സൗന്ദര്യം വരും. അപ്പോൾ ദൈവം പറയും മനുഷ്യ ജീവിതം സൗന്ദര്യം കൊണ്ടല്ല ധന്യമാകേണ്ടത്. അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോയി. ദൈവത്തിൻ്റെ മൂല്യമാകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ മൂല്യതയുള്ളത്? ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം. ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത്. അതിന് ആവശ്യമുള്ളവരെയാണ് അവരെ എടുക്കണത്, അവന് ആവശ്യമുള്ളവരെ. അത് യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ തനിക്ക് ആവശ്യമുള്ളവർ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കുന്നത്. ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ്. എന്തിനാണ്? അതല്ലേ മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ്. തനിക്ക് ആവശ്യമുള്ളവരെ. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ആവശ്യമുള്ളവരെയാണ് അടുത്തേക്ക് വിളിക്കണത്. എന്താ കാര്യം? ആവശ്യം എന്താ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും വിഷയം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം. പിന്നെ പ്രസംഗിക്കാൻ അയക്കുന്നതിനും ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം. തനിക്ക് ആവശ്യമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. കാര്യം എന്താ? ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം. തൻ്റെ കൂടെ ആയിരിക്കണം വെച്ചാൽ നിസ്സാരമല്ല. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എൻ്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം തികഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ട് നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പോൾ അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് ഇവരധിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പം തന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും. ഒരു വെല്ലുവിളിയാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെ എന്തിനാണ്? പിന്നെന്താ രണ്ടാമത്തെ കാര്യം? തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനും. കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിൽ മൂല്യതയുള്ള. ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വീണുപോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. ആ മസിൽ കയറ്റമൊക്കെ പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നേ ഇല്ലായിരുന്നു. അതിന് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. അടുത്ത അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുവൈറ്റിൽ ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കുവൈറ്റിൽ ഹയർ എന്ന് പറഞ്ഞൊരു പേപ്പർ വർക്കുണ്ട്. അത് ഫിനിഷ് ആയെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്നോ അപ്പോൾ നമുക്ക് അവിടുത്തെ സെറ്റിൽമെൻറ്റ് മണി കിട്ടത്തുള്ളൂ. നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വർഷത്തെ സെറ്റിൽമെൻറ്റ് മണി നമ്മൾ റിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും.
അപ്പോൾ ഞാൻ 2019 ഞാനാണെങ്കിൽ അത് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2019 കഴിഞ്ഞു വന്ന 2021 ആയിട്ടും എനിക്ക് അതിനൊരു പ്രോസസ്സിങ് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഇന്ത്യയിലെ നമ്മുടെ കുവൈറ്റിൽ എംബസിയിൽ നിന്ന് ആ പേപ്പർ നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ ആണെങ്കിൽ നേഴ്സിംഗ്, നമ്മളെവിടെയാണോ നേഴ്സിംഗ് പഠിച്ചത് അവിടെ നേഴ്സിംഗ് കൗൺസിലിലേക്കാണ് അത് സെൻഡ് ചെയ്യുന്നത് എംബസിയിൽ നിന്ന്. അപ്പോൾ ഞാൻ മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാനൊരു ജൂനിയറിനെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവിടെ നമുക്കാണെങ്കിൽ അവിടെ ചെല്ലാനടയ്ക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പേപ്പർ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ആ പേപ്പർ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് കുവൈറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു പേപ്പർ വന്നു, ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞ് ചെന്ന് മേടിക്കാമെന്ന് പറഞ്ഞു മിനിസ്ട്രിയിൽ. ഞാൻ മിനിസ്ട്രി ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പർ അവിടെ മിനിസ്ട്രി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാനാണെങ്കിൽ കുവൈറ്റിൽ ഇതിൻ്റെ ഹയറിൻ്റെ ആ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ അതിനകത്തൊരു ആൻസർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിട്ടതിനകത്ത് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് ആ പേപ്പർ അവിടെ നിന്ന് അവർ പിന്നെയും എംബസി ത്രൂ അത് റീസെൻറ്റ് മീൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അതാണെങ്കിൽ തിരിച്ചു വിട്ടേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഇത്ര നാളും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് അതൊന്ന് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക്, എന്നിട്ട് നീ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 തവണ അതിന് മുമ്പ് ഞാൻ പോയപ്പോഴും അവർ പറഞ്ഞു അത് ഓൾറെഡി സെൻഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കാണും, 3 മാസം കഴിഞ്ഞ് വാ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2-3 തവണ അങ്ങനെ പോയി, എന്നിട്ട് വായില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായി അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മേ മാതാവേ, ഞാൻ എൻ്റെ ജൂനിയർ കോച്ചിനോട് വിളിച്ച് പറയുമ്പോൾ അവൻ പറയുന്ന ആ പേപ്പർ അവിടെ വന്നിട്ടില്ല എന്ന്. ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ അവർ പറയും അവർ ഓൾറെഡി എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല. എൻ്റെ സഞ്ചാരി മാതാവിന് മാത്രമേ അതെവിടെയാണ് ബ്ലോക്കായി ചെയ്ത് കിടക്കുന്നതെന്നുള്ളത് അമ്മയ്ക്ക് അറിയത്തുള്ളൂ. എൻ്റെ അമ്മയും മാതാവ് ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോവുകയാണ്. ആ അപ്പോയിൻമെൻറ്റ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു സന്തോഷ വാർത്തയായിരിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സാധാരണ ഒരു പേപ്പർ നമുക്ക് സൈൻ ഇടാൻ തരും. അപ്പോൾ സൈൻ ഇടാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് പെട്ടെന്ന് സങ്കടമായി, കാരണം റീസെൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഒരു പേപ്പറിൽ സൈൻ ഇട്ടിട്ടാണ് അത് റീസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ് നീ ചോദിക്കുക എന്തായി സ്റ്റാറ്റസ് എന്തായെന്ന് ചോദിക്കുന്ന എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു മാഡം എന്തായി എൻ്റെ സ്റ്റാറ്റസ്, അത് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി പേപ്പർ ഇവിടെ റിസീവ് ആയിട്ടുണ്ട്, നിനക്ക് 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് നിനക്ക് മിനിസ്ട്രി പോയി നിൻ്റെ ഹയറിൻ്റെ പേപ്പറാണെങ്കിൽ റിസീവ് ചെയ്യാമെന്ന്. എനിക്കാണെങ്കിൽ എനിക്കപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവാണ് അവിടെ വെച്ച് എന്നെ ചെവിയിൽ പറഞ്ഞത് നീ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് അവിടെ മുട്ടുകുത്തി നിന്ന് എനിക്കാണെങ്കിൽ നന്ദി പറയുന്നുണ്ട്. ഞാൻ മനസ്സിൽ നിന്ന് ഞാൻ നന്ദി പറഞ്ഞു മാതാവിന്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും അവിടെ നേഴ്സായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ 2022 കൊറോണയുടെ ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പിള്ളേർ ഇവിടെ നാട്ടിൽ സ്റ്റക്കായിപ്പോയി. അപ്പോൾ പിള്ളേരെ തന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഹസ്ബൻഡ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു 2020. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇതുപോലെ ഹയറിൻ്റെ പേപ്പർ വർക്ക് ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാം, അപ്പം ഈ പേപ്പർ വർക്കൊക്കെ പവർ ഓഫ് അറ്റോണി ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. അങ്ങനെ ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2020 ഹസ്ബൻഡിൻ്റെ ഫയൽ ക്ലോസ് ആയിപ്പോയിരുന്നു. പക്ഷേ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് 2022 അപ്പം ഞാനാണെങ്കിൽ ഈ പേപ്പർ വർക്ക് ഹയറിൻ്റെ പേപ്പർ വർക്കിനെല്ലാം നടന്ന് ഹയറിൻ്റെ പേപ്പർ ഹസ്ബൻഡിൻ്റെ അവിടെ വന്നു. പക്ഷേ അന്നേരം ഞാനവിടെ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 റിസൈൻ ചെയ്ത് പോയ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഫയൽ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതാണെങ്കിൽ അവിടുത്തെ മിനിസ്ട്രിയിൽ നിന്നും അത് വേറൊരു സ്ഥലത്തേക്ക് അവരാണെങ്കിൽ സെൻഡ് ചെയ്തു. പക്ഷേ അവരവിടെ ഒത്തിരി നോക്കിയിട്ട് ആ ഫയൽ അവിടെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 മാസത്തോളം ആ ഫയൽ കിട്ടാൻ വേണ്ടി കുറേ നടന്നു, എന്നിട്ടും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെയും ഹസ്ബൻഡിനോട് പറഞ്ഞു നീ ഒന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായി അടുത്ത് ഞാനൊന്ന് വിളിച്ച് ചോദിക്കുകയാണ് എൻ്റെ ആ ഏജൻറ്റിനോട് എന്തായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേപ്പറിൻ്റെ ഫയൽ കിട്ടിയോ? അപ്പോൾ അവിടെ ഞാൻ പറയാം ആ ഫയൽ ഓൾറെഡി വന്നു, നീ പോരെ ബാക്കി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പേപ്പർ വർക്ക് പിന്നെ ഫയലിൻ്റെ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിസൈൻകാർ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ ആദ്യം തൊട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, കാരണം ഫയൽ ഒന്നുകൂടെ ഓപ്പൺ ആയതുകൊണ്ട്. അപ്പം 2020 റിസൈൻ ചെയ്ത ഹസ്ബൻഡിന് 2023 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ സെറ്റിൽമെൻറ്റ് മണി കിട്ടാനുള്ളതിൻ്റെ എല്ലാം ലീവ് സാലറി ആദ്യം കിട്ടി. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഒരു തടസ്സങ്ങളെല്ലാം മാറ്റി മാതാവ് ആ പേപ്പർ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനും ഫയൽ പിന്നെയും ക്ലോസ് ചെയ്യാനുള്ള കൃപയും അനുഗ്രഹം തന്നു. അതിന് തിരുക്കുമാരൻ മാതാവിന് ഒത്തിരി നന്ദി പറയുകയാണ്. അടുത്ത അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ശരിക്കും കാശുരൂപം ഞങ്ങൾ എവിടെ പോയാലും കാശുരൂപമായിട്ടേ ഞങ്ങൾ പോകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2022 ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ വേളാങ്കണ്ണി ഞങ്ങൾ 2022 പോയപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ സെപ്റ്റംബറിലാണ് ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്നത്. ആ സമയത്ത് നല്ല മഴയുള്ളൊരു ടൈമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഞങ്ങൾ വേളാങ്കണ്ണി പോയി. അപ്പം ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു കുമിളി തിരിച്ച് വരുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ പപ്പ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വരണ്ട, ഭയങ്കര മഴയാണ്, കുമിളിയിലൊക്കെ ഉരുള് പൊട്ടുന്നുണ്ട്, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ അന്ന് രാത്രി ഓൾറെഡി ഒരു 8-9 മണി കഴിഞ്ഞായിരുന്നു ഞങ്ങൾ തിരിച്ച് വരുന്ന സമയമായപ്പോൾ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി, ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി, വണ്ടി കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഒരു മഴയൊന്നുമില്ല, തിരിച്ച് വന്നപ്പോഴും മഴയൊന്നുമില്ല. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്ന് കാലുകുത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇടിവെട്ടി മഴയും ഭയങ്കര കാറ്റും അതുപോലെ മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ഞങ്ങളുടെ അയൽവക്കംകാർ പറഞ്ഞു, നിങ്ങൾ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ, നിങ്ങൾ ആ പോയ ഉടനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഇടിവെട്ടി മഴയായിരുന്നു, മഴ നിൽക്കുന്നേ ഇല്ല. ഇന്നാണ് ആ മഴയൊന്നും ഇച്ചിരി തോർന്നായിട്ട് കണ്ടത്. നിങ്ങളപ്പോൾ എല്ലാവരും പേടിച്ച് പോയിരുന്നു, നിങ്ങൾ പോകുകയും ചെയ്തു, നിങ്ങൾക്ക് വല്ല അപകടം പറ്റിയോ എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ മാതാവിൻ്റെ അടുത്തേക്കല്ലേ പോയത്, ഞങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് ഒരു ആപത്തും വരാതെ ഞങ്ങളെ കാത്തുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴിക്കൊരു മഴ പോയിട്ട് ഒരു ഇടിമിന്നൽ പോലും ഞങ്ങൾക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളിവിടെ തിരിച്ച് വീട്ടിൽ എപ്പോൾ കാല് കുത്തിയതിന് ശേഷമാണ് മഴ പെയ്തത്. അപ്പം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ഞങ്ങളെ അമ്മ ഉള്ളം കയ്യിലാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. ഞാൻ എവിടെ പോയാലും കാശ് രൂപം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഞങ്ങൾ ഇതുപോലെ ട്രാവൽ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. അവിടെ ഞങ്ങൾക്ക് ദേവമാതാവ് ഞങ്ങൾക്ക് അനുകൂലമായൊരു കാലാവസ്ഥ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ 4 തവണ ഞാൻ OET എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ 4 പ്രാവശ്യം എഴുതിയിട്ടും എനിക്കാണെങ്കിൽ സ്പീക്കിങ്ങിന് എനിക്ക് പാസ്സാവുന്നില്ല. അപ്പോൾ ഒരു 3-ാമത്തെ പ്രാവശ്യം 4-ാമത്തെ പ്രാവശ്യം ഞാൻ പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ എക്സാമിനറുടെ ഫ്രണ്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോവും. അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പിന്നെ കരഞ്ഞാണ് ഞാൻ ഇറങ്ങി വരുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എൻ്റെ നാക്കിൽ ആരോ കയറി പിടിച്ചേക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കരഞ്ഞ് എനിക്കങ്ങ് വിഷമമായി മാതാവിനോടൊക്കെ. മാതാവേ, ഞാൻ നിന്നോട് എത്ര പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കത് അത് മാത്രം കിട്ടാതെ ഞാൻ ഇപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്തെ വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ സ്പീക്കിംഗ് പാസ്സാക്കി തരണേന്നായിരുന്നു. അതിനുശേഷം ഞാനാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഞാൻ കുവൈറ്റിലായതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് 3 ബണ്ടിൽ പത്രം കിട്ടിയിരുന്നു. ഞാനപ്പോൾ അത് അവിടെ എല്ലാവർക്കും ഞാനവിടെ പള്ളികളിലും ചില കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. അല്ലാതെ നമുക്കവിടെ പ്രേക്ഷിത വേല ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ ഞാനാണെങ്കിൽ അടുത്ത എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ സ്പീക്കിംഗ് ഞാനാണെങ്കിൽ അമ്മയും മാതാവിനോട് പ്രാർത്ഥിച്ച് പക്ഷേ എനിക്കൊരു ധൈര്യമില്ല. എനിക്കങ്ങനെ ഞാൻ അന്ന് രാവിലെ ഞാൻ എക്സാമിന് പോയി. ആ എക്സാമിന് എനിക്ക് 12:45 1 മണിക്കാണ് എൻ്റെ എക്സാം. അപ്പോൾ 12:45 ആയപ്പോൾ നമുക്ക് അവിടെ കയറുകയാണ് ഞാൻ സ്പീക്കിങ്ങിന് മുമ്പ്. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ കണ്ണിലും എൻ്റെ നാവിലും എൻ്റെ ചെവിയിലും എല്ലാം ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് ആൻസർ ശരിക്കും കാണിച്ചു തരണമെന്നും നാവിൽ പറയുമ്പോഴത്തേക്ക് എന്നെ അമ്മേ മാതാവേ നീ എനിക്ക് വേണ്ടി സംസാരിക്കണമെന്നും ചെവിയിൽ അമ്മേ മാതാവ് അവർ പറയുന്നത് എനിക്കത് കറക്റ്റായിട്ട് കേൾപ്പിച്ച് തരണമെന്നും പ്രാർത്ഥിച്ചാണ് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഞാൻ ഉടമ്പടിയിൽ ഞാൻ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഉടമ്പടി ഉപ്പ് നമ്മളവിടെ എക്സാം സെൻറ്ററിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മളവിടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാനാണ് ഉടമ്പടി ഉപ്പും ഞാൻ സൈഡിലായിട്ട് ഞാൻ ഇട്ടിരുന്നു. ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിനൊപ്പം എനിക്കറിയത്തില്ല, എന്നിലേക്ക് വലിയൊരു ശക്തി കയറിയിട്ട് എന്നെ അറിയത്തില്ല എന്നെ ആരാണ് ആ ഹോളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. കാരണം എനിക്കറിയാം എന്നെ ഭയങ്കര ഒരു ധൈര്യമാണ് എനിക്കപ്പോൾ കിട്ടിയത്. ഞാനന്നിട്ട് ആ എക്സാമിനറുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ എൻ്റെ ഒരു ഇച്ചിരി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് ഞാൻ സൈഡിലായിട്ട് ഞാൻ അവിടെ ഇട്ടു. പിന്നെ ഞാൻ ഭയങ്കര ധൈര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ. എനിക്ക് ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത പോലെയാണ് അന്ന് സ്പീക്കിംഗ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടി ഒത്തിരി പേർക്ക് അത് ടഫായിരുന്നു.
അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്കെന്ത് റിസൾട്ട് വരുമ്പോൾ എനിക്ക് 350 കിട്ടണേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ റിസൾട്ട് വരുന്നതെന്ന് ഞാനിവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ റിസൾട്ട് വരുന്ന ട്യൂസ്ഡേയിലാണ്. അപ്പം ഞാനത് എനിക്കറിയാം റിസൾട്ട് വന്നു എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു. പക്ഷേ എത്ര സ്കോറായി എന്താണെന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ ഉടമ്പടിയുടെ ആരാധനയും എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ റിസൾട്ട് കാണുന്നുള്ളൂ എന്ന് വെച്ച് ഞാൻ അതിന് ശേഷമാണ് ഞാൻ റിസൾട്ട് കേൾക്കുന്നത്. ഞാൻ 350 എന്ന് എഴുതി പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ മാതാവും തിരുക്കുമാറിന് എനിക്ക് 380 മാർക്ക് തന്നാണ് എന്നെ പാസ്സാക്കിയത്. മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം എനിക്കറിയാം, കാരണം എൻ്റെ അതിനു മുമ്പുള്ള 4 എക്സാമിൻ്റെയും സ്പീക്കിംഗ് എനിക്ക് വളരെ മോശമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനാണെങ്കിൽ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ OETയുടെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഒക്കെ ഞാൻ എല്ലാവർക്കും ഞാനാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു മാതാവിന് തിരുക്കുമാറിനും. പിന്നെ അടുത്തൊരു സാക്ഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹോസ്റ്റലിലാണ് ഇപ്പം. ഫാമിലി ഹസ്ബൻഡ് നിർത്തി പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഒരു റൂമിൽ ഞങ്ങൾ 2 പേരാണുള്ളത്. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു മാതാവിൻ്റെ ഒരു തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമുണ്ട്. അത് പിള്ളേർ ആ സമയത്ത് ബോളൊക്കെ കളിച്ച് അതിൻ്റെ ചില്ലൊക്കെ പൊട്ടിപ്പോയിരുന്നു. അതിൽ ലൈറ്റ് തെളിയുന്നതായിരുന്നു. അപ്പോൾ അത് കേടായി പോയതുകൊണ്ട് ഞാനാണെങ്കിൽ അതിൻ്റെ വയറൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി കൃപാസനത്തിൽ മാതാവിൻ്റെ ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെറിയൊരു ഫോട്ടോ ഫ്രെയിം കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ ഈ തിരുഹൃദയത്തിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാനത് വെച്ചത്. അപ്പോൾ എനിക്കെപ്പോഴും ഉണ്ട്, ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഈ രൂപം, അതായത് ഈ ഫോട്ടോ ഫ്രെയിം ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ സംസാരിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കിടക്കുക. അപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും എല്ലാം ഞാൻ മാതാവിനോട് സംസാരിച്ചാണ് ഞാൻ കിടക്കാറ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫാക്കി, അന്ന് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു, ലൈറ്റ് ഓഫാക്കി ഞാൻ കിടക്കാൻ നേരത്തോടെ ഞാനാണെങ്കിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം എടുത്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ നീട്ടി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും